കുറച്ച് ചാമ്പയ്ക്ക അച്ചാർ ഉണ്ടാക്കാം. നമുക്ക് കുറച്ച് ചാമ്പയ്ക്ക ഉണ്ട്, നമുക്ക് ചാമ്പയ്ക്ക അച്ചാർ ഉണ്ടാക്കാം. ഇതാദ്യം കഴുകി വൃത്തിയാക്കണം. ഇതിൻ്റെ അകത്തുള്ള കേടൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ മാറ്റി നല്ല വൃത്തിയായിട്ട് കഴുകണം. കഴുകി വൃത്തിയാക്കി എടുത്ത് കുറച്ച് വെളുത്തുള്ളി ചതച്ചെടുക്കാം കേട്ടോ. സ്റ്റവ് കത്തിച്ചിട്ട് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുക, അല്ലെങ്കിൽ നല്ലെണ്ണ വേണമെങ്കിൽ നല്ലെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതിന് ശേഷം കടുക് ഇടണം. കടുക് പൊട്ടിയതിന് ശേഷം ഉലുവ കുറച്ചിട്ടാൽ മതി. ഉലുവ പൊട്ടിയതിന് ശേഷം പച്ചമുളക് കേട്ടോ. വെളുത്തുള്ളി നല്ലതുപോലെ മൂത്ത് അതിനനുസരിച്ച് കട്ടക്കായ ഇടണം. നമ്മൾ കായപ്പൊടി ഇട്ട് അത്ര ഗുണം ചെയ്യത്തില്ല. കട്ടക്കായവ നല്ലത്, എല്ലാത്തിനും നല്ലത് കട്ടക്കായ. കട്ടക്കായ നല്ലതുപോലെ മുളക് പൊടി എരിവിനനുസരിച്ച് മുളക് പൊടി ഇട്ടാൽ മതി. ഇവിടെ എരിവ് ഒരുപാട് വേണം, അതുകൊണ്ട് കുറച്ചും കൂടെ മുളക് പൊടി. ശകലം മഞ്ഞൾപ്പൊടി. അരിഞ്ഞു പോവരുത്, അരിഞ്ഞു പോയാൽ ഗുണം ചെയ്യത്തില്ല. ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പ്. ഇത് വിനീഗർ കുറച്ചൊഴിച്ചാൽ മതി. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ആ വിനീഗറിൻ്റെ സ്മെല്ലൊന്ന് മാറി. ചാമ്പയ്ക്ക ശകലം ചാമ്പയ്ക്ക ഇട്ട് ഇളക്കി കൊടുക്കണം. വെള്ളം ഒഴിക്കണം, തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കണം. പച്ചവെള്ളം ഒന്നും കോരി ഒഴിച്ച് അത് ചീത്തയാവും. തിളപ്പിച്ചാറിയ വെള്ളം വേണം ഒഴിക്കണം. ഈ ശകലം ആവശ്യത്തിന് ഒഴിച്ചത്. ചാമ്പയ്ക്ക അച്ചാർ റെഡി. ഇത് ഇന്ന് എടുക്കരുത്, ഒരു ദിവസം കഴിഞ്ഞിട്ടേ എടുക്കാം.